രാവിലെ തന്നെ എന്താ സാമ്പ്രാണിത്തിരിയൊക്കെ കൈ പിടിച്ചിട്ട് നിൽക്കണമെന്ന് തോന്നുന്നുണ്ടാവില്ലേ? വേറെ ഒന്നുമല്ല, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ അടുക്കളയിലേക്ക് ആ ഒരു സ്മെല്ല് കിട്ടണില്ല എന്ന് തോന്നിയിട്ട് ഞാൻ തന്നെ ആ ഒരു സ്മെല്ലും ഇതൊക്കെ ഒരു അടുക്കളയെ വേറൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെയാണ്. ചില ദിവസം ഒരു ചന്ദനത്തിരിയൊക്കെ ആയിരിക്കും കത്തിച്ച് വയ്ക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു സാമ്പ്രാണിക്ക് നല്ല മണമുണ്ട്, അപ്പം എന്നാൽ അതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാറില്ല, കാരണം അമ്മമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ വീഡിയോസോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇത് കുറച്ച് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ തിരിച്ച് വന്ന് വീട്ടിലൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തുകൊണ്ട് അത് എടുത്തിട്ടുവിടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. സാധാരണ ഇവിടെ രാജേട്ടനും കുട്ടികളൊക്കെ പറയുക, എനിക്ക് എല്ലാറ്റിനോടും 2 ദിവസത്തെ കാര്യം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ അതിനോട് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് പറയുക. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. വീഡിയോ എടുത്തിടുന്നതിനോട് എനിക്ക് പണ്ടും ഭയങ്കര ക്രേസുള്ള ആൾ തന്നെയായിരുന്നു. പിന്നെ ഞാൻ അതിനോട് അത്ര ശ്രദ്ധിച്ചില്ല എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഒന്നൊന്ന് ഒരു ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക എന്ന് പറയില്ലേ, അപ്പോൾ അതേപോലെ എനിക്ക് എൻ്റെ ഒരു ഇഷ്ടമായിട്ട് കണക്ക് ആക്കിയിട്ട് ചെയ്യണതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. സന്തോഷ് ജോർജ് കുളങ്ങര പറയും പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്ന് പറയില്ലേ, അതുപോലെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യണതാണ് കേട്ടോ വീഡിയോ.